ഓട്ടോ എക്സ്പോയിലാണ് അശോക് ലൈലൻഡിൻ്റെ ഒരു ബസ് പരിചയപ്പെടുത്താം. ഇതാണ് കിടക്കുന്ന ബസ് എന്ന് പറയുന്നത്. ഇതിന് ബോഡി ചെയ്തിരിക്കുന്ന പ്രകാശാണ് കേട്ടോ. ഞാൻ വിചാരിച്ചത് അശോക് ലൈലൻഡിൻ്റെ ഒറിജിനൽ ബോഡിയിൽ അവർ ചെയ്തെടുത്തിരിക്കുന്നതായിരിക്കുന്നു. പക്ഷേ പ്രകാശ് ബോഡിയാണ്. ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ പ്രകാശ് ബോഡി ഇത്തരത്തിൽ കാണുന്നത് അല്ലേ? കുറച്ചുകൂടെ അടുത്തേക്ക് വരുന്ന സമയത്ത് കണ്ടോ, എൻ്റെ ലൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീളമുള്ള 2 ലൈറ്റ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ റൗണ്ട് കോൺസെപ്റ്റൊക്കെ ടോട്ടലി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആ ഒരു ഫ്രണ്ടിലത്തെ പാറ്റേൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല. നമ്മളൊരു മോഡലിൽ നമ്മൾ കണ്ടിട്ടില്ല. കാർസിലൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ ഒരു സംവിധാനം കണ്ടിട്ടുണ്ടാവും. അപ്പം വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫ്രണ്ട് ഫേസ് ഉള്ളൊരു ബസ്സാണ്. നമുക്ക് സൈഡിലേക്ക് പോയി അകത്തേക്ക് കയറാനുള്ള പെർമിഷൻസ് ഒന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു ബസ്സിൻ്റെ സൈഡ് പ്രൊഫൈലാണ് ഗരുഡ എന്നുള്ളതാണ്. 15 മീറ്റർ ഗരുഡ് എന്നുള്ളതാണ് ഈ ഒരു ബസ്സിൻ്റെ നെയിം എന്ന് പറയുന്നത്. ലൈക്ക് ഇതിൻ്റെ ടയറും പ്രൊഫൈലൊക്കെ നമുക്ക് കാണാൻ പറ്റും. മൾട്ടി ആക്സിലാണ് കേട്ടോ. 2 ഡബിൾ ആക്സിൽസ് ബാക്കിൽ വരുന്നുണ്ട്. അപ്പം നല്ല ഹൈറ്റുള്ള ഫുള്ള് നല്ല ഗ്ലാസ് ഏരിയ ഉള്ള സ്ലീപ്പർ ബസ്സാണ് ഇത് കിടക്കുന്നത്. ഇത് കണ്ടോ, പ്രകാശ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ. അപ്പം പ്രകാശ് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. ഈ ബാക്കിലും ആ ഫ്രണ്ടിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ എലമെൻറ്റ് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അശോക് ലൈലൻഡിൻ്റെ ബസ്സിനകത്ത്. അപ്പോൾ ഒരു ബാക്ക് പ്രൊഫൈലും നീറ്റായിട്ടൊരു ബ്ലാക്ക് പ്രൊഫൈലാണ്. ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ സൈഡിൽ നിന്നൊക്കെ കഴിഞ്ഞാൽ ഒരു വോൾവോയുടെ അല്ല സ്കാനിയുടെ ഒക്കെ ഒരു എടുപ്പുണ്ട്. മൾട്ടി ആക്സിലാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ ബാക്കിയുള്ള എൻജിൻ സ്പെക്കും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് കിട്ടിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നു ആരും പർച്ചേസ് ചെയ്തിട്ട് എവിടെയും കണ്ടിട്ടില്ല. മിക്കവാറും താമസിയാതെ തന്നെ നിരത്തുകളിലേക്ക് വരുമായിരിക്കും. ഈ ഒരു പ്രകാശ് ബോഡിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് വേണ്ടി എഴുതണേ.